അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേട്ട ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണിത്. വ്യാജ പ്രചരണം. വിവാദ യൂട്യൂബർ ആരിഫ് ഹുസൈനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഇവൻ ഒരുപാട് വർഷമായി ലൈവിൽ വന്നുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഇസ്ലാമിനെയും ഇസ്ലാമിക ആചാരങ്ങളെയും ഇസ്ലാം ഫോളോ ചെയ്യുന്നവരെയും ഒക്കെ ഇങ്ങനെ വികൃതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ സ്ഥിരം പരിപാടി അതാണ്. അതുപോലെ തന്നെ കോയ കാളിങ് എന്ന് പറയുന്ന ഒരു നാടകവും ഇവൻ നടത്തുന്നുണ്ട്. ആ നാടകത്തിൽ കുറേ ഇവൻ്റെ ആളുകൾ തന്നെ നാടകത്തിനായി തയ്യാറായി വിളിക്കുകയും അതൊക്കെ വിശ്വാസികളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നാടക പരിപാടിയാണ് ഇവൻ്റെ സ്ഥിരം വരുമാനം എന്ന് പറയുന്നത്. ഇവൻ ലൈവ് ചെയ്യുക, ക്യാഷ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള ഒരു വികൃത മനസ്സുള്ള ഒരു മനുഷ്യനാണെന്ന് നമുക്ക് പറയാം. അങ്ങനത്തെ ഒരാളാണ് ഇവൻ. അപ്പോൾ ഇവൻ്റെ ശല്യം വിശ്വാസികൾക്ക് മാത്രമല്ല, പൊതുജനങ്ങൾക്ക് മൊത്തമായിട്ടും ഇവൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ വന്നു. ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഒരു ബിഗ് സല്യൂട്ട് കോടതിക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഇവൻ അർഹമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ട ഒരു ചങ്ങായിയാണ്. കാരണം അത്രത്തോളം ഇവൻ ആളുകളെ കളിയാക്കുകയും ഇകഴ്ത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. ഇവൻ ഈയിടെയായിട്ട് ലണ്ടനിലൂടെയും ഒക്കെ കുറേ പോയി യാത്ര ചെയ്ത് ഖുർആനിൽ സ്വന്തം മകളെ വിവാഹം ചെയ്യാം എന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ നിന്ന് ലണ്ടനിലുള്ള ആളുകളെ ഇവനെ ആട്ടിവിട്ട ഒരുപാട് വാർത്തകളും സോഷ്യൽ മീഡിയ പോസ്റ്ററുകളൊക്കെ കണ്ടു. അവിടെ നിന്നൊക്കെ ആകെ എളിമ്പനായി ഇവൻ ഇറങ്ങിപ്പോരുന്ന ഒരു രംഗം കണ്ടു. ഇപ്പോൾ ഇതാ ഇവൻ്റെ തനി സ്വഭാവം കോടതിക്ക് മനസ്സിലാവുകയും കോടതി കേസെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ വളരെ സന്തോഷം. ഒരുപാട് ആളുകൾ ഈ വാർത്ത കേട്ട് സന്തോഷിക്കുന്നുണ്ടാവും. കുറച്ച് ഇവൻ്റെ ഒപ്പമുള്ള കുറച്ച് ഇസ്ലാമിക വിരോധികളല്ലാത്ത മനുഷ്യന്മാരൊക്കെ ഇവൻ്റെ ഈ അറസ്റ്റിൽ, കോടതിയുടെ ഈ തീരുമാനത്തിൽ സന്തോഷിക്കുന്നുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവൻ്റെ പേര് ആരിഫ് ഹുസൈൻ എന്ന് കേട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. ഇവൻ്റെ സ്വന്തം പെറ്റ തള്ളയെ മരണശേഷം കളിയാക്കിയ ഒരു